മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഈ സമൂഹത്തിൽ നന്മ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്ത് നമ്മുടെ ആത്മാവിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുക. നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചത് മാധവ സേവ, മാനവ സേവ, നരസേവ, നാരായണ സേവ. ഈശ്വര പൂജ എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യന്മാരെ സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാനത്തെ ജന്മം ഈശ്വരനെ സേവിക്കുക എന്നുള്ളത് മാനവ സേവയാണ്, നരസേവയാണ്. അതാണ് ഈശ്വര സേവ. അതുകൊണ്ട് അവസാനത്തെ ആശ്രമം പാവപ്പെട്ടവനെ സേവിച്ച്, അവരെ സംരക്ഷിച്ച്, അവരെ സഹായിച്ച്, സേവനങ്ങൾ നടത്തി നമ്മുടെ ആത്മാവിനെ, പ്രാണനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുക. അതാണ് മനുഷ്യജന്മം. അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. നമുക്ക് 4 തത്വമുണ്ട്. ഒന്ന് മാതൃദേവോഭവ, അമ്മ ഈശ്വരന് തുല്യമാണ്, ഈശ്വരനാണ്. പിതൃദേവോഭവ, അച്ഛനും ഈശ്വരനാണ്. ആചാര്യ ദേവോഭവ, നമ്മുടെ ഗുരുനാഥനെ ഈശ്വരനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗുരുവോർ ബ്രഹ്മം ഗുരുവോർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മമാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്. നമ്മളെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും നമ്മുടെ പൂർണ്ണതയിൽ എത്തിക്കുന്നതും ഗുരുവാണത്. സാക്ഷാത് പരബ്രഹ്മമാണ്, ഗുരു ഈശ്വരനാണ്. അതിഥി ദേവോഭവ, അതിഥികളെ ഈശ്വരനായിട്ടാണ് കാണുന്നത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞു 2 എണ്ണം കൂടി കൂട്ടിച്ചേർക്കണം. അതിലൊന്ന് ദാരിദ്ര്യ ദേവോഭവ, ദുരിതം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അവരെ സഹായിക്കാൻ പറ്റണം, അവരെ പരിരക്ഷിക്കാൻ വേണ്ടി പറ്റണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അമ്പലത്തിൽ പോയി വഴിപാടുകൾ നടത്തി, പ്രാർത്ഥന നടത്തി, ഗീതങ്ങൾ ചൊല്ലി, ലളിതാ സഹസ്രനാമം ചൊല്ലി, വിഷ്ണു സഹസ്രനാമം ചൊല്ലി, ഒരുപാട് വഴിപാടുകൾ കഴിച്ച്, മൃത്യുഞ്ജയ ഹോമം കഴിച്ച് തിരിച്ചു വരുമ്പോ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ഭിക്ഷുവിനെ, ആ ഭിക്ഷുവിനെ സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം അധര വ്യായാമമാകും. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പാവപ്പെട്ടവനെ സഹായിക്കുന്നത്. ദാരിദ്ര്യ ദേവോഭവ, ദുരിതം അനുഭവിക്കുന്നവനെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ ഈശ്വരനായി കണ്ടുകൊണ്ട് നമുക്ക് പരിപാലിക്കാൻ സാധിക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അജ്ഞാനി ദേവോഭവ, അറിവില്ലാത്തവന് വിദ്യ പകർന്നു കൊടുക്കുക, അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക. അത് ഈശ്വരനിലേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്.